இப்போ நீங்கள் நினைக்கிற அந்த ஹார்ன் வந்து வேறு எதுவுமே கிடையாது. அது வேறு யாரும் இல்லை, நான் தான். ജയിലർ അൺലോക്ഡ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പൊന്ന് നിത്യേ, നിനക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധി ദൈവം തന്നാ മതിയായിരുന്നു. സമുദ്രം വേണമെങ്കിൽ ഇച്ചിരി കുറച്ചോട്ടെ. ആ, സിദ്ധാർത്ഥന്റെ വീട്ടില് ദേവിയയ്ക്ക് ഭ്രാന്താണെന്ന കാര്യവും മുത്തശ്ശി വീണ കാര്യമൊക്കെ അറിയേണ്ടത് സിന്ദഗിയും പ്രേമേച്ചിയും അവിടുത്തെ അച്ഛനും ഒക്കെ. ഏതു സമയവും അക്രമാസക്തയായി ആയുധമെടുക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണിനെ സ്വന്തം വീട്ടിൽ കയറ്റാൻ അവര് സമ്മതിക്കുവോ? ഇല്ല. ഇവിടെ മുത്തശ്ശിയുടെ നടു ഒടിച്ചവൾ നാളെ അവിടുത്തെ പട്ടാള അച്ഛന്റെ തലയെടുക്കത്തില്ലെന്ന് ആര് കണ്ടു? ഓ, കാശ്മീരിൽ കടന്ന് പാക് പട്ടാളത്തിന്റെ വെടികൊണ്ട് വീരമൃത്യു മരിക്കേണ്ട മനുഷ്യൻ ഇവിടെ ഒരു ഭ്രാന്തി പെണ്ണിന്റെ കയ്യിലെ വെട്ടിരുമ്പ് കൊണ്ട് ഓഹോ ചിന്തിക്കാനാവുന്നില്ല. പരമചക്രം കിട്ടേണ്ടിരുന്ന മനുഷ്യൻ നാട്ടുകാരെ കൊണ്ട് പരമ കഷ്ടമെന്ന് പറയും. ഇത് നല്ലൊരു ഐഡിയ ചേർത്തേട്ടാ. ദേവിക ഇതില് വീഴും, ആ സിദ്ധാർത്ഥനും നിസ്സഹായനാവും. പറയുമ്പോ സംഗതി ഇച്ചിരി ഹൈ പിച്ചിൽ പറഞ്ഞേക്കും. എന്ന് വെച്ചാ സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും അവര് തമ്മിൽ കാണുന്നത് പോലും സിദ്ധാർത്ഥന്റെ ജീവൻ അപകടമാണ് എന്ന് പറയണം. വിശ്വസിപ്പിക്കണം. ദേവിക സ്നേഹിക്കുന്നത് സുധി സാറിന്റെ ഹൃദയത്തെ മാത്രമാണ്. ആ ഹൃദയം സിദ്ധാർത്ഥനുള്ളിലല്ല, വേറെ ആരുടെ ഉള്ളിലായിരുന്നാലും ദേവിക തേടി പിടിച്ചേന്, അവരോട് സൗഹൃദത്തിൽ സംസാരിച്ചേന്. അതൊന്നും ആ വ്യക്തിയോടുള്ള ഇഷ്ടമല്ല, സുധി സാറിന്റെ ഹൃദയത്തോടുള്ള ഇഷ്ടം. നാളെ ഭ്രാന്ത് മൂക്കുമ്പോ സിദ്ധാർത്ഥനെ കൊന്ന് ആ നെഞ്ചി വെട്ടിപ്പൊളിച്ച് ആ ഹൃദയം എടുക്കത്തില്ലെന്ന് ആര് കണ്ടു? ഞാൻ വെറുതെ പറഞ്ഞല്ല. ഭർത്താവിന്റെ കണ്ണിനും കരളിനും ഹൃദയത്തിനും ഒക്കെ പിന്നാലെ പോയ ഇത്തരം സൈക്കോ കേസുകൾ ഒരുപാടുണ്ട്. എന്തായാലും ഇത് കൊഴിപ്പിക്കുന്ന കാര്യം ഞാൻ കൊഴിപ്പിക്കണം. ദേവികയുടെ ഭ്രാന്ത് നാലാൾ അറിഞ്ഞ് കൊടിയേറെ സ്ഥിതിക്ക് ഉത്സവം ഗംഭീരമാക്കേണ്ട ജോലി നമ്മൾ സംഘാടക കമ്മിറ്റിക്ക്. ഐഡിയ കയ്യിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. സമയം കളയാതെ അത് കൃത്യമായി എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിലാണ് കാര്യം.